പിന്നെ ഒരു ചേച്ചിക്ക് കാലിൽ ഒരു എല്ല്, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്, കാലിൽ എല്ല് വളരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ. ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ല് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല്ല് താന്നുപോയി. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ഒരു കുരു വന്നു ശരീരത്ത്. അതിൽ ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരിക്കും അന്ന് രാത്രി തന്നെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ഒരു കേസായിരുന്നു അത്. അതും അത്ഭുതകരമായി മാതാവ് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ പള്ളി പോകില്ല. എന്നാൽ വിശ്വാസമുണ്ട് താനും പള്ളി പോകുകയില്ല. ഇപ്പോൾ ഞായറാഴ്ച ദിവസം മുടങ്ങാതെ പള്ളി പോവുകയും ചെയ്യും. പിന്നെ പള്ളി പോകാൻ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി എടുക്കാൻ മകൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഓടിക്കാനും അറിയത്തില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൃപാസനത്തിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ സ്കൂട്ടി ഓടിക്കുകയില്ല. അത്ഭുതകരമായിട്ട് ചേട്ടൻ ഒരു സ്കൂട്ടി വാങ്ങുകയും എന്നെ പള്ളിയിൽ എന്നും എത്തിച്ചു തരികയും ചെയ്യും. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങളുടെ ഒരു പൂമാല തന്നെയായിരുന്നു വീട്ടിൽ. ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു.